ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കള്ളൻ ഓടി ചെല്ലുന്നത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ്. തുടർന്ന് അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ കാണിക്കുന്നത് രണ്ടുപേര് ഒരുത്തനെ തിരയുന്നതാണ്. അപ്പോൾ അവർ ഒരു കള്ളനാന്ന് തോന്നുന്നു. അവനെ പിടിക്കാൻ വേണ്ടി ഇവർ കാടിലൂടെ കരിച്ച് പെറുക്കുകയാണ്. അവസാനം ഇവൻ എത്തിപ്പോയിരുന്ന ഒരു റോഡിലാണ്. അപ്പോൾ ഇവൻ നേരെ കാണിക്കുന്ന ഒരു കാറിൻ്റെ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഒരു വെള്ള ഷർട്ടിട്ട് തന്നെ ഇവൻ വെടിവെച്ച് വീഴ്ത്തിയും എന്നിട്ട് നേരെ ചെന്നുപെടുന്നത് ഒരു കാറിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പെണ്ണാന്ന് തോന്നുന്നു. അപ്പോൾ ആ പെണ്ണിനെ തോക്കിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവൻ കാറി കയറുകയാണ്. എന്നിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വീണ് കേട്ടോ. രണ്ട് പോലീസുകാരും അവിടെ വീണ് കിടക്കുകയാണ്. പിന്നെ അവർ നേരെ ചെല്ലുന്ന വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും കള്ളൻ്റെ വീട്ടിലാണ്, പക്ഷേ കള്ളൻ്റെ വീട്ടിലല്ല. ഇവനാണെങ്കിൽ ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്തിട്ട് സോഫയിലിരുന്നിട്ട് വീട് ഫുള്ള് നോക്കിയിട്ട് അവളോട് ചോദിക്കും, ഇത് നിൻ്റെ വീടാണോ, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതേന്ന് പറയും. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ചോദിക്കും, അപ്പോൾ ഇതാരാണ്? അതിൻ്റെ കെട്ടിയാനാണ്. ആണോ? അപ്പോൾ അയാൾ എവിടെയും ചോദിക്കും, അതെനിക്കറിയില്ല. ഓഹോ, നിനക്കറിയില്ലേ? അതെന്താ നിനക്കറിയാത്തെ? അയാൾ ഇങ്ങോട്ട് വരാറില്ലേ? അതെന്തെങ്കിലും ആട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്ന് പറയും. പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ട് ചൂടാവും. അപ്പോൾ ഇപ്പം എന്നാണെങ്കിൽ പോകും കേട്ടോ. പിന്നെ പറയും, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട, ഫുഡ് മാത്രം എടുത്തിട്ട് പോവാം. അപ്പോൾ ഇവള് നേരെ ഫോൺ എടുത്തിട്ട് 100 കോൾ ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഫുഡും കൊണ്ട് ചെല്ലും. അപ്പോൾ ഇവളാണെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഫോണിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വരും കേട്ടോ. അപ്പോൾ അതടിച്ചിട്ട്, നീ എന്താ കളിക്കാൻ നോക്കുകയാണോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഫോൺ എടുക്കുക. ആരാടി ഈ വിളിക്കുന്നത്? ഓ, നിൻ്റെ ലവറാണോ? നീ മര്യാദയ്ക്ക് ഫോൺ എടുത്തിട്ട് അവനോട് നോർമലായിട്ട് സംസാരിക്കുക. എടാ, ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കുക, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണൊക്കെ വെക്കും. എന്നിട്ട് ഇവ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പം ഇപ്പോൾ ഇവനാണെങ്കിൽ എന്തോ സംശയം. അപ്പോൾ ഇവളോട് ചോദിക്കും, എന്താടി നീ ഇതിലെല്ലാം ചേർത്തിട്ടുണ്ടോ? ഓ, എനിക്ക് സംശയമുണ്ട്, നീ തന്നെ ആദ്യം കഴിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് അവൾക്ക് വെച്ച് കൊടുക്കും. വാഷ്റൂം എവിടെ? ഞാൻ വാഷ്റൂമിൽ പോയിട്ടിടാം, നീ ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ് പോകും കേട്ടോ. ഈ കള്ളം പോയപ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ഫുൾ അവിടെ മൊത്തം തിരയാണ്, എന്തൊക്കെയോ തിരയാണ്. ഇവളാണെങ്കിൽ ഇവനിട്ട് ഈ പാത്രം വെച്ച് ഒരെണ്ണം കൊടുക്കുകയാണ്. അപ്പം പിന്നെ അവിടെ ചെറിയൊരു പിടിവലി നടക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇവൻ പറയും, എടി ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, ഇനി അധികം കളിച്ചാണ്ടല്ലോ നിൻ്റെ പണി ഞാൻ തീർക്കും. ഇവളെ കൊണ്ട് തന്നെ മരുന്ന് വെപ്പിക്കും. അവിടെ ഇരിക്കുന്ന തോക്ക് ഈ പെണ്ണ് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇളക്കി, എന്ന് വെച്ചാൽ ഈ പെണ്ണിനെ ഇങ്ങനെ നോക്കി എന്നിട്ട് ഇവനാണെങ്കിൽ അടുത്ത് വന്നിട്ട്, നീ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഹസ്ബൻഡൊക്കെ പോയല്ലോ, നമുക്കൊന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സൂക്കേട് ഇളകിയിട്ട് ഇവളെ പിടിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും ഇവളാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ തോക്കെടുത്ത് ചൂണ്ടും. അപ്പോഴത്തേക്കും എല്ലാ സൂക്കേടും മാറും. ഇവൻ പറയും, ഏയ് വേണ്ട, ഒന്ന് ചെയ്യല്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നൊക്കെ പറയും. ഇപ്പം നിനക്ക് ധൈര്യമൊക്കെ ചോർന്ന് പോയടാ, ഒരു തോക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൾ നല്ല ഇതായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ചിരിക്കും കേട്ടോ. ചിരി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കൊലച്ചിരി ചിരിച്ചിട്ട് പറയും, നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഒരു തോക്കെടുത്ത് ചൂണ്ടി ഒരാളെ കൊല്ലാനൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. ഓഹോ, നീയാണ്ടത് തീരുമാനിക്കുന്നത്? എൻ്റെ കെട്ടിയവനില്ലേ, കാണാതെ പോയതല്ല, ഞാൻ തോക്കെടുത്ത് കൊന്നാന്ന് പറയും കേട്ടോ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ കിളി പോയിട്ട്, നീ കൊന്നതാണോ എന്നൊക്കെ ചോദിച്ച്, അതേടാ ഞാൻ തീർത്തത് അതാ ഇതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പണി തീർക്കും കേട്ടോ. നിങ്ങൾ എനിക്കൊരു ഫ്രീഡം തന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ഫോട്ടോ നോക്കിയിട്ട് അവൾ പറയും. ഓ, ആ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ അങ്ങനെ ചെയ്തത്? ഇവൾ നോക്കുമ്പോൾ എന്താ, ഇവൻ അവിടെ ഇരിക്കുകയാണ്, ഇവനൊന്നും പറ്റില്ല. അവൻ പറയും, അതൊരു ഡമ്മി തോക്കാണ്. ഇനി ഇവൾ പറയാണ് കേട്ടോ, ഇവളും ഇവളുടെ ലവറും കൂടെ ഇങ്ങനെ കിടക്കുന്നത് ഹസ്ബൻഡ് കാണുകയും, അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ലവറിനെ തീർക്കാൻ വേണ്ടി വരികയും ഇവളാണെങ്കിൽ ആ തോക്കെടുത്തിട്ട് ഹസ്ബൻഡിന് പണി തീർക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പറയും ഇവളെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആണെങ്കിൽ രണ്ടുപേരും വരും. ആരാ? നേരത്തെ ഇവിടെ രണ്ടുപേരല്ലേ? എന്ന് വെച്ചാൽ ഇവർ പോലീസാണ്, ഇവനും പോലീസാണ്, വൺ കള്ളനല്ല. ഒരുമാതിരി വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി അല്ലേ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.